ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാവുന്നത് കോയിലുകളെക്കുറിച്ചാണ്, ഇൻഡക്ടേഴ്സ്. അപ്പോൾ കോയിലുകൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ യൂസുകൾ, എത്ര ടൈപ്പ് കോയിലുകളുണ്ട്, അതൊക്കെ ഏതൊക്കെ ഭാഗത്താണ് മൊബൈലിൻ്റെ ബോർഡുകളിൽ ഉപയോഗിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പം നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ ശ്രദ്ധിച്ച് കാണണം. നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മിസ്സാകുകയും നിങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാകാതെ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇൻഡക്ടറിന് പൊതുവെ പറയുന്ന ഒരു പേരാണ് കോയിൽ. ഈ കോയിലിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണ് ഇൻഡക്റ്റൻസ്. ഇതിൻ്റെ യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഹെൻറി ആണ് ഇതിൻ്റെ യൂണിറ്റ്. അപ്പം മൊബൈലിൽ ഉപയോഗിക്കുന്ന കോയിലുകൾ സാധാരണ ഒരു ഹെൻറി ഒന്നുമില്ല, ഇതിൻ്റെ ചെറിയ യൂണിറ്റുകളാണ്. ഇതിൻ്റെ ചെറിയ യൂണിറ്റുകൾ മില്ലി ഹെൻറി, മൈക്രോ ഹെൻറി, പിന്നെ അതിലും ചെറുതുണ്ട് നാനോ ഹെൻറി, അങ്ങനെയൊക്കെയുള്ള യൂണിറ്റുകളാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ കോയിലുകൾ കാണാനായിട്ട് ഇങ്ങനെ റെസിസ്റ്റർ പോലൊക്കെ തന്നെ ഇരിക്കും. റെസിസ്റ്ററിനേക്കാളും ഇച്ചിരിയും കൂടെ വലുപ്പം ഉണ്ടാവും. രണ്ട് സൈഡിൽ സിൽവർ പട്ടി ഉണ്ടാവും, ഇങ്ങനെ സിൽവറിൻ്റെ ഒരു ലൈൻ ഉണ്ടാവും. അപ്പം റെസിസ്റ്ററും കോയിലുകളും തമ്മിൽ മാറിപ്പോരുത്. റെസിസ്റ്ററുകൾ ഇതിനേക്കാളും ചെറുതായിരിക്കും എപ്പോഴും. പിന്നെ ഇതിൻ്റെ ഈ യൂണിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൻറിനെ 1000 ഭാഗിച്ചേച്ച് കിട്ടുന്ന യൂണിറ്റാണ് മില്ലി ഹെൻറി. അത് എഴുതിയേക്കുന്നത് ഇങ്ങനെ ചെറിയ അക്ഷരം എമ്മും വലിയ അക്ഷരം എച്ചും ആണ് എഴുതിയേക്കുക, അത് സർവീസ് ഡയഗ്രാമത്തിലൊക്കെ. പിന്നെ ഈ മില്ലി ഹെൻറിയെയും ഡിവൈഡ് ചെയ്യും, അതിൻ്റെ ചെറിയ യൂണിറ്റ് ഉണ്ട്. ഇത് തൊട്ടാണ് നമുക്ക് സാധാരണ യൂസ് ആവുന്നത് മൊബൈലിൽ. അത് മൈക്രോ ഹെൻറിയാണ്. പിന്നെ ഈ മൈക്രോ ഹെൻറി ഡിവൈഡ് ചെയ്യും. ആയിരം കൊണ്ട് അങ്ങനെ 3 യൂണിറ്റുകളാണുള്ളത്. അത് നാനോ ഹെൻറി എന്ന് അറിയപ്പെടും. ഈ നാനോയും ഈ മൈക്രോയും ആണ് മൊബൈലിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ കോയിൽ, ഇങ്ങനെയുള്ള കോയിലുകൾ, അത് വേറെയും കോയിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാം. ഇങ്ങനെയുള്ള കോയിലുകളുടെ കാര്യം ആദ്യം പറയാം. ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത്, ഇതിൻ്റെ രണ്ട് വശത്തും മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് വയ്ക്കുക. എന്നിട്ട് മൾട്ടിമീറ്റർ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണെങ്കിൽ ബെസർ മോഡിലിടുക. ചിലതിൽ ഡയോഡിൻ്റെ സിമ്പലൊക്കെ കാണും, അങ്ങോട്ടിടുക. ചിലത് ബീപ്പ് റേഞ്ച് എന്നൊക്കെയാണ് പറയുന്നത്, റെസിസ്റ്റൻസ് റേഞ്ച് എന്നൊക്കെ പറയും, കണ്ടിന്യൂറ്റി റേഞ്ച് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങോട്ട് ആ പ്രോബ് ഇടുക. അതിനുശേഷം രണ്ട് സൈഡിലും മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് വയ്ക്കുക. ഇത് ബീപ്പ് അടിക്കണം. പിന്നെ നേരെ മൾട്ടിമീറ്റർ ഓംസിലിടുക. ഓംസ് തുടങ്ങുന്നത് 200 ഓം തൊട്ടാണ് തുടങ്ങുന്നത് മൾട്ടിമീറ്ററിൽ. അപ്പോൾ 200 ഓമിലിടുക. 200 ഓമിലിട്ടേച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 0.5 തൊട്ട്, അതായത് 0.5 തൊട്ട് ഒരു 3 ഓം വരെയുള്ള റേഞ്ചിൽ ഓംസ് കാണിക്കണം. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ കോയിൽ നല്ലതാണെന്ന് വിചാരിക്കാം. ഇത് നല്ലതാണ് അങ്ങനെയാണെങ്കിൽ. അഥവാ കാണിക്കുന്നില്ല, ബീപ്പ് അടിക്കുന്നില്ല, നമ്മൾ ബീപ്പ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ ബീപ്പ് അടിക്കുന്നില്ല, ഈ പറയുന്ന ഈ നമ്മൾ ഓംസിലിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഓംസും കാണിക്കുന്നില്ലെങ്കിൽ സാധനം പോയതാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ചില കേസുകളിൽ ഈ പറയുന്ന ഈ നമ്മൾ ഓംസ് നോക്കുമ്പോൾ ഈ 0.5 താഴെ ആയിരിക്കും, 0.3 4 ഒക്കെ ആയിരിക്കും. എന്നാലും അത് കുഴപ്പമൊന്നുമില്ല. ചില ചെറിയ വാല്യൂള്ള കോയിലുകൾ അങ്ങനെയേ കാണിക്കുകയുള്ളൂ. അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ ബീപ്പ് മോഡിലിട്ടേച്ച്, നമ്മൾ മെസർ മോഡിലിട്ടേച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബീപ്പ് അടിക്കുന്നില്ലെന്നൊരു സാധാരണ പറയുന്നത്
ഓപ്പണായിപ്പോയെന്നാണ് പറയുന്നത്. ഇതിൽ ഈ ഓംസ് കാണിക്കുമ്പോൾ ഓംസ് 0.5 തൊട്ട് 3 ഓം വരെ കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ കമ്പോണൻറ്റ് ഷോർട്ടായി പോയതായിട്ട് കണക്കാക്കാം. ഈ മൊബൈലിനകത്ത് ഒരുപാട് ടൈപ്പ് കോയിലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ യൂസ് ചെയ്യുന്നത് കോയിൽ ഇങ്ങനെ ഉണ്ടാവും. അതിൽ ഇവിടെ രണ്ടും സിൽവർ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. ഇവിടെ വൈറ്റും ആവാം, ബ്ലാക്കും ആവാം, വെള്ളയും വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കോയിലാണെന്ന് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ കോയിൽ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. കോയിലിൻ്റെ സിമ്പൽ ഇങ്ങനെയാണ്. അപ്പം ഇപ്പോൾ ഒരു ലോഡിൽ എന്നതിലും ഒരു ലോഡ് ആയിക്കോട്ടെ, ഇപ്പോൾ റിങ്ങറോ സ്പീക്കറോ എന്നതിലും ഒരു എക്സാമ്പിൾ എടുത്ത് എന്നതിലുമായിട്ട് നിങ്ങൾ പരിഗണിച്ചോണം. അപ്പോൾ ഇവിടെ ഒരു 2.8 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇതിലേ ഈ കറണ്ട് ഇറങ്ങി കറണ്ട് കയറി ഇതിലേ കൂടെ വന്ന് ഇവിടെ വരുമ്പോഴാണ് ഈ സർക്യൂട്ട് പൂർത്തിയാവുകയും ഈ കൊടുത്തേക്കുന്ന ലോഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. എല്ലാ സർക്യൂട്ടിലും അങ്ങനെയാണ്. അപ്പോൾ ഈ കോയിൽ നമ്മൾ നോക്കുമ്പോൾ, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് രണ്ടും ബീപ്പ് അടിക്കുന്നില്ലെന്നൊരിയിൽ ഇവിടുന്ന് ഈ സർക്യൂട്ട് ഈ ഫ്ലോ ഇതിൻ്റെ പോവും. അതായത് ഇവിടെ വന്ന് ഈ പറയുന്ന വോൾട്ടേജ് ബ്രേക്കായി നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ കമ്പോണൻറ്റ് വർക്ക് ചെയ്യത്തില്ല. ഈ സീരീസ് ആയിട്ട് കൊടുത്തേക്കുന്ന ഏതൊരു കമ്പോണൻറ്റിൻ്റെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. സീരീസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ കയറിയാണ് കറണ്ട് പോകേണ്ടത്. അപ്പോൾ ഈ കയറിപ്പോക്ക് അങ്ങ് നിൽക്കും. ഈ കമ്പോണൻറ്റ് ഏതാണോ ആ കമ്പോണൻറ്റ് വർക്ക് ചെയ്യുന്ന പരിപാടി അങ്ങ് നിൽക്കും. അതായത് ഈ കമ്പോണൻറ്റ് വർക്ക് ചെയ്യാത്ത ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. അത് ചിലപ്പോൾ ഒരു കോയിൽ പോയിട്ടേ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾക്ക് അങ്ങനെയാണെന്നൊരു നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. കോയിൽ പോയതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ നിന്നൊരു ജമ്പർ കൊടുത്താൽ ഈ കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ആക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിക്കോളും. അപ്പോൾ ഈ കോയിലുകൾ, ഇങ്ങനെയുള്ള കോയിലുകൾ വയ്ക്കാനായിട്ട് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ ഈ സെയിം സൈസായിട്ടുള്ള ഒരു കോയിൽ ഇളക്കി ഫിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എടുത്തേച്ച് ഷോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഷോർട്ട് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ മറ്റൊരു തരം കോയിലുണ്ട്. അത് ബൂസ്റ്റ് കോയിൽ എന്നറിയപ്പെടും. അത് വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള കോയിലാണ്. ആ കോയിലുകൾ എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതും ഇതൊക്കെ തന്നെ സെയിമൊക്കെ തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കോയിലിന് 2 സൈഡ് കാണുമല്ലോ. 2 സൈഡിൽ 2 കണക്ഷനാണുള്ളത്. 2 സൈഡ് ഉണ്ടാവും. ഇതിൽ ഈ ബസർ മോഡിലിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2 സൈഡിലും ബീപ്പ് അടിക്കണം. പിന്നെ ഈ ഓംസിൽ ഇട്ട് ചെക്ക് ചെയ്യുമ്പോൾ 200 ഓംസ് തന്നെയാണ് ഇട്ട് ചെക്ക് ചെയ്യേണ്ടത്. 200 ഓംസേ ഉള്ളൂ മൾട്ടിമീറ്ററിൽ ഏറ്റവും കുറഞ്ഞ തൊട്ട് തുടങ്ങുന്നത്. അപ്പം 200 ഓംസിൽ തന്നെ ഇട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് ഈ ബൂസ്റ്റ് കോയിലിൽ നമുക്ക് കാണിക്കേണ്ട വാല്യൂ 1.5 ഓം തൊട്ട് ഒരു 2.5 ഓം വരെയുള്ള റെസിസ്റ്റൻസ് ആണ് കാണിക്കേണ്ടത്. അഥവാ ചെക്ക് ചെയ്യുമ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു വാല്യൂ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ആ കോയിൽ പോയതായിട്ട് കണക്കാക്കണം. പിന്നെ ബീപ്പ് അടിക്കുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. അടിക്കുന്നില്ലെങ്കിലും ആ കോയിൽ പോയതായിട്ട് കണക്കാക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു കോയിൽ അത് സെയിം ബോഡിയിൽ നിന്ന് തന്നെ അഴിച്ചിടുകയായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കോയിലുകളെ പറ്റി പറയാനായിട്ട്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കേസ് പറയാനുള്ളത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കൂട്ടുകാരും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച ആൾക്കാർ തന്നെ അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ കിട്ടാത്തതിൻ്റെ കാരണം ആരുടെയായാലും ചാനലായിക്കോട്ടെ, ഏത് ചാനലായാലും നിങ്ങൾ കുറേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങളൊരു റെസ്പോൺസും ചെയ്യുന്നില്ല. ഒരു വീഡിയോ കാണുന്നു, നമ്മൾ പോകുന്നു, അങ്ങനെയാണെന്നൊരിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ യൂട്യൂബ്
ഇവർക്ക് ഈ വിഷയം ഇൻട്രസ്റ്റ് ആകുന്നില്ല എന്ന് കണക്കാക്കുകയും അവർക്ക് നോട്ടിഫിക്കേഷൻ അയക്കാതെ വരികയും ചെയ്യുന്നുണ്ട്. യൂട്യൂബ് തന്നെ കണക്കാക്കുന്നതാണ്. അങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടാതെ വരുന്നുണ്ട്. യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ അങ്ങനെ, സോഷ്യൽ മീഡിയ ഒക്കെ അങ്ങനെ ഒരു അൽഗോരിതമാണ് അവർക്കുള്ളത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ 10,000-20,000 പേര് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും. പക്ഷേ നോട്ടിഫിക്കേഷൻ 10-25 പേരുടെ പോലും കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ കേസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങൾ യൂട്യൂബ് ചാനലാണെങ്കിലും നിങ്ങൾക്ക് അവരുടെ നോട്ടിഫിക്കേഷനോ സ്റ്റാറ്റസോ ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ അവരുടെ യൂട്യൂബ് ചാനലിൽ പോവുക. അവരുടെ വീഡിയോയ്ക്ക് അടിയിൽ ഒരു കമൻ്റ് ഇടുക. എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് പിന്നെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.